ചിരി മനുഷ്യന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നാണല്ലോ. എന്നാൽ അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ ചിരി കൂടിയാലും അത് നമ്മെ സാരമായി തന്നെ ബാധിക്കും. ഫഹദ് ഫാസിലിന് ADHD രോഗം ബാധിച്ചതുപോലെ ചിരി ഒരു രോഗാവസ്ഥയായി ബാധിച്ചിരിക്കുകയാണ് ഒരു സിനിമാ താരത്തിന്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലും അരുന്ധതി, ഭാഗമതി തുടങ്ങിയ സിനിമകളിലും തന്റേതായ സ്ഥാനം സിനിമാ ലോകത്ത് സൃഷ്ടിച്ച അനുഷ്ക ഷെട്ടിക്കാണ് ഈ രോഗബാധിത. ഈ രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പലപ്പോഴും രോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് താരം വെളിപ്പെടുത്തിയത്. ചിരി അമിതമാകുന്ന ഈ അവസ്ഥയുടെ പേരാണ് സ്യൂഡോ ബൾബാർ എഫക്റ്റ്. എന്താണ് അനുഷ്കയെ ബാധിച്ച സ്യൂഡോ ബൾബാർ എഫക്റ്റ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? സിനിമാ ഇൻഡസ്ട്രിയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് അനുഷ്ക ഷെട്ടി. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ഏറ്റവും ശക്തയായ നായികാ പ്രാധാന്യമുള്ള വേഷത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നടി. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീര സൗന്ദര്യവും അഭിനയ മികവും ഉണ്ടെങ്കിലും അനുഷ്കയുടെ ചിരിയാണ് നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത്. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ഒരു രോഗാവസ്ഥയുണ്ടെന്ന് പറയുന്നതാണ് അതിലേറെ കൗതുകമാകുന്നത്. ചിരി തുടങ്ങിയാൽ കുറച്ചു സമയത്തേക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ചിരി തുടരുന്നതാണ് സ്യൂഡോ ബൾബാർ എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഈ അവസ്ഥയാണ് സിനിമാ താരം അനുഷ്ക വെളിപ്പെടുത്തിയത്. ചിരി തുടങ്ങിയാൽ 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും നിർത്താൻ കഴിയില്ലെന്നും ഷൂട്ടിംഗ് സെറ്റിൽ പലപ്പോഴും ചിരി നിർത്താൻ വയ്യാതെ ഇരുന്നിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംശയമുണ്ടെന്നുമാണ് താരത്തിന്റെ അഭിപ്രായം. സാഹചര്യങ്ങൾക്ക് അനുയോജിക്കാത്ത തരത്തിൽ അമിതമായി ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ചിരി, കരച്ചിൽ, കോപം അല്ലെങ്കിൽ മേൽപ്പറഞ്ഞവ എന്നിവയുടെ പെരുമാറ്റ പ്രതികരണം അനിയന്ത്രിതമാകുന്നതാണ് ഡിസോർഡറിന്റെ പ്രധാന സവിശേഷത. ചില രോഗികളിൽ ഈ വൈകാരിക പ്രതികരണത്തിന്റെ തീവ്രത കൂടുതലുമാണ്. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റം ഡിപ്രഷനിലേക്ക് വരെ നയിച്ചേക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ രോഗാവസ്ഥയുള്ളവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. തലച്ചോറിലേക്ക് പോകുന്ന ന്യൂറോണുകൾ തകരാറിലാകുന്നതാണ് ഈ അവസ്ഥ. വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തലച്ചോറിലെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ നാശത്തിന്റെ ഫലമായി PBA ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പരിക്ക് അല്ലെങ്കിൽ രോഗം PBAയിലേക്ക് നയിച്ചേക്കാം. സാധാരണയായി PBAയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് മസ്തിഷ്ക അവസ്ഥകളിലും ഇത് ഉൾപ്പെടുന്നുണ്ട്. അൾഷിമേഴ്സ് രോഗം, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, മസ്തിഷ്ക മുഴ, ഡിമെൻഷ്യ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പാർക്കിൻസൺ രോഗം, സ്ട്രോക്കിന് ശേഷമുള്ള PBA ഇവയൊക്കെ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മസ്തിഷ്ക ക്ഷതമുണ്ടായാലോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയിൽ ജീവിച്ചാലോ PBA സംഭവിക്കാം. സ്ട്രോക്ക് ബാധിച്ചവരിൽ 1/3 പേർക്കും PBA നിർദ്ദേശിക്കുന്ന ലക്ഷണങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കുക, കൗൺസിലിംഗ് ചെയ്യുക, തോളിനും കഴുത്തിനുമൊക്കെ വിശ്രമം നൽകുക, ഇതൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങളായി പ്രതിപാദിക്കുന്നത്.